പോയപ്പോൾ പറഞ്ഞ എൻ്റെ കുഞ്ഞിനെ നോക്കിക്കോണമെന്ന്. ഈ ഓണത്തിന് കയറി താമസിക്കണമൊക്കെ ഇരുന്നതായിരുന്നു. അപ്പോൾ അത് നടന്നില്ല. ആ ഒരു വിഷമം ഇത് കേൾക്കുമ്പോൾ ഞങ്ങൾ കൂടെ വിഷമം. ആ വീട്ടിലൊന്ന് കയറി താമസിച്ചില്ലായിരുന്നു അവിടെ ആഗ്രഹം. എത്ര നാൾ ടോർക്ക് കുളച്ചിരിക്കും ഒന്ന് കാണാൻ, അതിന് പോലും പറ്റില്ല. വീടൊക്കെ തന്നെ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ടു. അവൾ തന്നെ അവിടെ സ്വന്തം കാശ് എല്ലാം അവളെ പിള്ളേരെ പഠിപ്പിക്കുന്നതും അമ്മയെ നോക്കുന്നതും അവൾ തന്നെ നോക്കി. ഈ നാട് മൊത്തം ദുഃഖത്തിരിക്കുകയല്ലേ. ഞങ്ങളുടെ എല്ലാം ഒരു കുഞ്ഞു പോലായിരുന്നു അത്. ചെറുപ്പം പോലെ അധ്വാനിച്ച് കഴിയുന്ന കുഞ്ഞ് ജോലി ചെയ്ത് വീട് നോക്കുന്നു, അമ്മയെ നോക്കുന്നു, അച്ഛനെ നോക്കുന്നു, സഹോദരങ്ങളെ നോക്കുന്നു. അതിന് ഗതി വന്നതിന് ഈ നാട് മൊത്തം എൻ്റെ കൂടെ വാക്ക് ഇങ്ങുന്നുണ്ട്. പഠിച്ചത് നല്ല ഇവിടെ തന്നെ എല്ലാം ഇവിടെ തന്നെ. കുഞ്ഞിലെ അവർ ഞങ്ങൾ എടുത്തുകൊണ്ട് വരാണ് എല്ലാം. പെട്ടെന്ന് ഈ വാർത്ത നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഈ നാടിനൂടെ സഹിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾക്കെന്നല്ല എല്ലാവർക്കും. എത്ര നാൾ ടോർക്ക് കുളച്ചിരിക്കും ഒന്ന് കാണാൻ, അതിന് പോലും പറ്റില്ല. കുട്ടികളൊക്കെ എത്ര? മോന് +1 മോള് 8ലെങ്ങാണ്ട് പഠിക്കുന്നു. അത് ഇവള് പഠിച്ചത് അതേ സ്കൂളിൽ അതേ ടീച്ചറും. പോയപ്പോൾ പറഞ്ഞ എൻ്റെ കുഞ്ഞിനെ നോക്കിക്കോണമെന്ന്. ടീച്ചറിനോട് അവളെ പഠിപ്പിച്ച ടീച്ചറോടുണ്ട്. അത്രയ്ക്കുള്ള അതൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് സങ്കടം കൂടുന്നത്. പ്രതീക്ഷിക്കാത്തൊരു ഈ ഓണത്തിന് കയറി താമസിക്കണം. അമ്മ സുഖമില്ലാത്ത അമ്മയല്ലേ. അമ്മയും കുഞ്ഞുങ്ങളെയും കൊണ്ട് കയറി താമസിക്കണം കണ്ടൊക്കെ ഇരുന്നതായിരുന്നു. അപ്പോൾ അത് നടന്നില്ല. ആ ഒരു വിഷമം ഇത് കേൾക്കുമ്പോൾ ഞങ്ങൾ കൂടെ വിഷമം. വീടൊക്കെ തന്നെ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ടു. അവൾ തന്നെ അവിടെ സ്വന്തം കാശ് എല്ലാം അവളെ പിള്ളേരെ പഠിപ്പിക്കുന്നതും അമ്മയെ നോക്കുന്നതും. അമ്മയ്ക്ക് ക്യാൻസറായിരുന്നു. എല്ലാം അവൾ തന്നെ നോക്കി. അവിടെ കൂടെ ജോലി സ്ഥലത്തുണ്ടായിരുന്നല്ലോ. അവിടെ നിന്ന് കൊണ്ടുവന്ന് വീണ്ടും ഇവിടെ താമസിച്ച് ഇങ്ങനെ ആവുമെന്ന് പ്രതീക്ഷിച്ചില്ല. ആരെല്ലാം ഇവിടെ സെറ്റായിരുന്നു. കോഴഞ്ചേരി ഗവൺമെൻറ് ആശുപത്രിയിൽ ജോലി ശരിയായി. എല്ലാം ഒത്തു വന്നപ്പോഴത്തേക്ക് എല്ലാം പോയി. സങ്കടമാണ്, പറയാൻ പറ്റാത്ത രീതിയിലുള്ള സങ്കടമാണ്. ഭർത്താവൊക്കെ ഇല്ല, അതൊക്കെ ഒഴിഞ്ഞതാണ്. ആണല്ലേ? ബന്ധമൊക്കെ ഒഴിഞ്ഞത്. അവന് ഒരുപാട് നാളായതാണ്. ഒരുപാടെന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് 2 വർഷം കണ്ടായെന്ന് തോന്നുന്നു. 2 വർഷമായതുള്ളൂ, അത്രേ ഉള്ളൂ. എല്ലാം തരണം ചെയ്തോളാം. മിടിക്കെന്ന് പറഞ്ഞാൽ അവർ 3 പേരും ആങ്ങളെയും പെങ്ങന്മാരും എല്ലാം അവരവരുടെ കാര്യങ്ങൾ നോക്കാൻ ഒത്തിരി കഷ്ടപ്പാടി വന്നവരായതിൻ്റെ അവൻ്റെ രീതിയിൽ കൂടെ ജീവിച്ചു. അവൾക്കത് പൂർത്തിയാക്കാൻ പറ്റിയില്ല. ആ വീട്ടിലൊന്ന് കയറി താമസിച്ചില്ലായിരുന്നു അവിടെ ആഗ്രഹം. നമ്മുടെ ജില്ലാ ആശുപത്രി കോഴഞ്ചേരിയിലായിരുന്നു സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അവിടെ നിന്നാണ് ആ കുട്ടി പിന്നെ ടെസ്റ്റ് എഴുതി പാസ്സായിട്ട് UK പോയതും. അവിടെ നിന്ന് പിന്നെ ലീവിനിപ്പം റെസിഡൻറ്റ് ചെയ്യാനായിട്ടുള്ള കാര്യത്തിന് വന്നതാണ്. എല്ലാവരോടും നല്ല സ്നേഹവും സഹകരണവും എല്ലാവർക്കും മാതൃകയായിട്ടുള്ളൊരു സിസ്റ്ററായിരുന്നു. ഞാൻ എല്ലാ സഹപ്രവർത്തകരോടൊക്കെ നല്ല രീതിയിലായിരുന്നു പെരുമാറ്റവും കാര്യങ്ങളും ഒക്കെ. അതുകൊണ്ടല്ലേ എല്ലാവർക്കും ഇത്രയും ഒരു വലിയ വലിയ വിഷമങ്ങളും കാര്യങ്ങളുമായിട്ട്. ഇനി അവരുടെ അമ്മയാണെങ്കിലും ക്യാൻസറൊക്കെ ആയിരുന്നു, ചികിത്സിക്കാനും എടുക്കാനും എല്ലാം. ഈ ഒരു മകളാണ് എല്ലാത്തിനും സഹോദരങ്ങൾക്കൊക്കെയും കൂട്ടായി. ഒത്തിരിയും ബുദ്ധിമുട്ടുകളിൽ നിന്നുമാണ് ഇത്രയും നല്ല രീതിയിൽ ആ കുട്ടി റെഡിയായി വന്നത്. പഠിപ്പിക്കുക